ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മളിവിടെ നോക്കാൻ പോകുന്നത് എങ്ങനെയാണ് കറപ്റ്റായി പോയിട്ടുള്ള പെൻ ഡ്രൈവും അതേപോലെ SD കാർഡെല്ലാം നമുക്ക് റെഡിയാക്കി എടുക്കുക എന്നുള്ളതാണ്. എൻ്റെ കയ്യിലിപ്പോൾ ഒരു കറപ്റ്റായി പോയിട്ടുള്ള ഒരു പെൻ ഡ്രൈവ് എൻ്റെ കയ്യിലുണ്ട്. ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, എൻ്റെ ഒരു C ഡ്രൈവ് മാത്രമേ ഉള്ളൂ. ഞാനിപ്പോൾ എൻ്റെ പെൻ ഡ്രൈവ് കണക്ട് ചെയ്യുന്നുണ്ട്. എൻ്റെ പെൻ ഡ്രൈവ് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ പ്ലീസ് ഇൻസേർട്ട് ഡിസ്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു എറർ മെസ്സേജ് മാത്രമാണ് വരുന്നത്. അതേപോലെ ഇതേപോലെ വരുന്നുണ്ട് USB ഡ്രൈവ് എന്ന് പറഞ്ഞാൽ ഇത് ഓപ്പൺ ചെയ്യാൻ പറ്റുന്നില്ല. ഈ ഒരു എറർ തന്നെ വേണമെന്നില്ല, വേറെ ഏത് എറർ ആണെങ്കിലും ഇതേപോലെ ഓപ്പൺ ചെയ്യാൻ പറ്റാത്ത സാഹചര്യത്തിൽ നമുക്കതെങ്ങനെ കളയാതെ തന്നെ റെഡിയാക്കി എടുക്കുക എന്നുള്ളതാണ്. ഇത് നമ്മൾ ഞാനിത് ഫോർമാറ്റ് ചെയ്യാൻ ശ്രമിച്ചു. ഇത് സ്റ്റാർട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഓക്കെ, വിൻഡോസ് വാസ് അനേബിൾ ടു കംപ്ലീറ്റ് ദി ഫോർമാറ്റ് എന്നുള്ള ഒരു ഓപ്ഷനാണ് വരുന്നത്. അതായത് നമുക്കത് ഫോർമാറ്റ് ചെയ്യാനും പറ്റുന്നില്ല, ചെയ്ത് കഴിഞ്ഞാലും അത് റെഡിയാവുന്നില്ല. അതുകൊണ്ട് നമുക്കത് കമാൻഡ് ഉപയോഗിച്ചിട്ട് CMD ഉപയോഗിച്ചിട്ട് എങ്ങനെ ഇത് ഫോർമാറ്റ് ചെയ്ത് പഴയ പോലെ ഫ്രീ ആക്കാം, അതേപോലെ യൂസബിൾ ആക്കാം എന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. ഇതേപോലെ തന്നെ നമ്മുടെ ചില പെൻ ഡ്രൈവ് SD കാർഡുകളും ഇതേപോലെ ആവാറുണ്ട്. ആ SD കാർഡുകളും ഈ ഒരു മെത്തേഡ് ഉപയോഗിച്ച് തന്നെ നമുക്കത് റെഡിയാക്കി എടുക്കാൻ പറ്റും. ഒരു കാര്യം എന്നുള്ളത്, നമ്മൾ ഈ ഒരു മെത്തേഡ് ഉപയോഗിച്ച് ചെയ്യുമ്പോൾ നമ്മുടെ ഡാറ്റ എല്ലാം ലോസ് ആവും, കംപ്ലീറ്റ് ഫോർമാറ്റായി പുതിയ ഒരു പെൻ ഡ്രൈവ് ആയിട്ട് മാറുന്നതാണ്. അതുകൊണ്ട് ഡാറ്റ ഉള്ള പെൻ ഡ്രൈവ് ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു മെത്തേഡ് യൂസ്ഫുൾ ആവില്ല, അല്ലാത്തത് നമുക്ക് ഈ ഒരു മെത്തേഡ് ഉപയോഗിച്ച് റെഡിയാക്കി എടുക്കാൻ പറ്റും. അതിനു വേണ്ടിയിട്ട് നമ്മുടെ കമ്പ്യൂട്ടറോ ലാപ്ടോപ്പോ, ഞാനിപ്പോൾ ലാപ്ടോപ്പാണ് യൂസ് ചെയ്യുന്നത്, അതിനകത്ത് ജസ്റ്റ് CMD എന്ന് സെർച്ച് ചെയ്യാം. CMD എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് റൺ ആസ് അഡ്മിനിസ്ട്രേറ്ററിൽ നമ്മുടെ യെസ് കൊടുക്കാം. ഈ ഒരു കമാൻഡ് പ്രോംപ്റ്റ് ഓപ്പൺ ആക്കി വരാം. ഇങ്ങനെ കമാൻഡ് പ്രോംപ്റ്റ് ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് കമാൻഡുകൾ ടൈപ്പ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. ഈ കമാൻഡുകളെല്ലാം ഞാൻ എൻ്റെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, അത് നോക്കിയിട്ട് നിങ്ങൾക്ക് ടൈപ്പ് ചെയ്യാവുന്നതാണ്. ഫസ്റ്റ് കമാൻഡ് എന്ന് പറഞ്ഞാൽ ഡിസ്ക് പാർട്ട് എന്നാണ്. ഡിസ്ക് പാർട്ട് എന്നുള്ളത് ടൈപ്പ് ചെയ്തതിന് ശേഷം എൻ്റർ ചെയ്യാം. അപ്പോൾ ഡിസ്ക് പാർട്ട് എന്നുള്ള ഒരു ഇതിലോട്ട് മാറിയിട്ടുണ്ട്. അവിടെ നമ്മൾ ലിസ്റ്റ് ഡിസ്ക് എന്നടിക്കാം. ലിസ്റ്റ് സ്പേസ് ഡിസ്ക്, ദെൻ എൻ്റർ കൊടുക്കുമ്പോൾ നമുക്കിവിടെ നമ്മുടെ ഡ്രൈവ്സ് എല്ലാം കാണാൻ പറ്റും. ഫസ്റ്റ് എന്ന് പറയുന്നത് 238 GB എന്ന് പറയുന്നത് എൻ്റെ ലാപ്ടോപ്പിൻ്റെ ഹാർഡ് ഡിസ്ക് ആണ്. രണ്ടാമത് കിടക്കുന്നത് ഈ ഒരു 3819 MB, ഇതാണ് എൻ്റെ പെൻ ഡ്രൈവിൻ്റെ സൈസ്. നിങ്ങൾ അത് നിങ്ങളുടെ ഇത് ചെയ്യുമ്പം ഏതാണോ നിങ്ങളുടെ പെൻ ഡ്രൈവ് എത്ര GB ആണോ അത് നോക്കിയിട്ട് മാത്രം ചെയ്യുക. അതിനുശേഷം നമ്മൾ സെലക്ട് ഡിസ്ക്, സെലക്ട് സ്പേസ് ഡിസ്ക് സ്പേസ് ഏതാണ് ഡിസ്ക് എന്ന് നോക്കാം. ഇവിടെ ഏതാണ് പെൻ ഡ്രൈവ്, അത് നിങ്ങളത് ഇതിലോട്ട് ഡിസ്ക് 1 തന്നെ നിർബന്ധമില്ല. നിങ്ങളതിൽ ഒരു SSDയും അതേപോലെ ഒരു ഹാർഡ് ഡിസ്കും ഉള്ള ലാപ്ടോപ്പ് ആണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഡിസ്ക് 2 ആവാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ശ്രദ്ധിച്ച് ഏതാണോ പെൻ ഡ്രൈവ് എന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്ത് സൈസ് നോക്കിയിട്ട് ഐഡൻറ്റിഫൈ ചെയ്തതിന് ശേഷം അതിവിടെ കൊടുക്കുക. എൻ്റെ കേസിൽ ഇത് ഡിസ്ക് 1 ആണ്, അതുകൊണ്ട് ഡിസ്ക് സ്പേസ് സെലക്ട് സ്പേസ് ഡിസ്ക് സ്പേസ് 1 എന്ന് കൊടുത്തിട്ട് ഞാൻ ശേഷം എൻ്റർ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് കാണാൻ പറ്റും ഡിസ്ക് 1 ഈസ് നൗ ദി സെലക്റ്റഡ് ഡിസ്ക് എന്ന് പറഞ്ഞിട്ടുണ്ട്. അടുത്ത കമാൻഡ് എന്ന് പറയുന്നത് ക്ലീൻ എന്നാണ്. ദെൻ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ഡിസ്ക്, അതായത് ആ ഒരു പെൻ ഡ്രൈവ് ക്ലീൻ ആവുന്നതാണ്. കുറച്ച് സെഷന് ശേഷം നമുക്കിവിടെ കാണാം ആ ഒരു പെൻ ഡ്രൈവ് ക്ലീൻ ആയിട്ടുണ്ട്. അടുത്ത കമാൻഡ് എന്ന് പറഞ്ഞത് സെലക്ട് പാർട്ടീഷൻ 1 എന്നാണ്. സെലക്ട് സ്പേസ് അടുത്ത കമാൻഡ് ക്ലീൻ കഴിഞ്ഞതിന് ശേഷം ക്രിയേറ്റ് പാർട്ടീഷൻ പ്രൈമറി എന്നാണ്. ക്രിയേറ്റ് പാർട്ടീഷൻ പ്രൈമറി. അടുത്തതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സെലക്ട് പാർട്ടീഷൻ 1.
ഇനിയിപ്പോൾ ഇവിടെ സെലക്ട് പാർട്ടീഷൻ ഇവിടെ ഡിസ്ക് നമ്മൾ 1 കൊടുത്തതുകൊണ്ട് മാത്രമല്ല ഇവിടെ 1 എന്ന് വന്നത്. ഇനിയിപ്പോൾ നമ്മൾ ഡിസ്ക് 2 ആണ് ഇവിടെ കൊടുത്തത് എങ്കിലും നമ്മളിവിടെ സെലക്ട് പാർട്ടീഷൻ 1 എന്ന് തന്നെയാണ്, ഇത് ചേഞ്ച് ആവത്തില്ല. ഇവിടെ മാത്രം അതായത് സെലക്ട് ഡിസ്ക് 1 എന്നുള്ളത് അത് മാത്രമേ ചേഞ്ച് ആവാൻ ചാൻസ് ഉള്ളൂ. ബാക്കിയുള്ള എല്ലാ കമാൻഡും കോമൺ ആണ്. ഓക്കെ, അടുത്ത കമാൻഡ് എന്ന് പറയുന്നത് ആക്റ്റീവ് എന്നാണ്. അടുത്ത കമാൻഡ് fs ഈക്വൽ ടു ntfs, നമ്മൾ ntfs ഫോർമാറ്റിലോട്ടാണ് മാറ്റുന്നത്. ക്യുക്ക് ഇവിടെ നമുക്ക് നോക്കിയാൽ കാണാം 0%, ഇത് 100% ആകുമ്പോഴും വെയിറ്റ് ചെയ്യാം. യെസ്, 100% ആയപ്പോൾ വെയിറ്റ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക് നമ്മുടെ ഡ്രൈവ് ഇവിടെ ഓപ്പൺ ആയി വന്നിട്ടുണ്ട്. അതിനുശേഷം ഇത് നമ്മൾ കമാൻഡ് ഒന്നുകൂടി കംപ്ലീറ്റ് ചെയ്യാനുണ്ട്. അസൈൻ എന്ന് കൊടുക്കാം. ദെൻ അടുത്ത കമാൻഡ് വീണ്ടും ഇത് ഓപ്പൺ ആയി വന്നിട്ടുണ്ട്. ജസ്റ്റ് അത് ഇഗ്നോർ ചെയ്തതിന് ശേഷം എക്സിറ്റ് എന്ന് കൊടുക്കാം. നമുക്കിത് എക്സിറ്റ് ചെയ്യാം. ഓക്കെ, ഇനി നമ്മൾ നമ്മുടെ ഡ്രൈവ് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ദിസ് പി സി ഇതാ ആ ഒരു ഡ്രൈവ് ഇപ്പോൾ ഇവിടെ ഓപ്പണായി വന്നിട്ടുണ്ട്. നമുക്ക് ഇതിനകത്ത് വേണമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഇതേപോലെ ഫോൾഡർ ക്രിയേറ്റ് ചെയ്യാനും കോപ്പി ചെയ്യാനും നമ്മുടെ സാധാ പെൻ ഡ്രൈവിൻ്റെ എല്ലാ യൂസും ഈ ഒരു മെത്തേഡ് വഴി ചെയ്തതുകൊണ്ട് നമുക്ക് ഈ ഒരു പെൻ ഡ്രൈവ് യൂസ് ചെയ്യാൻ പറ്റും.